നമസ്കാരം. ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഗുജറാത്ത് ആണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഖാവ്ഡ മരുഭൂമിയിലാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഖാവ്ഡ മരുഭൂമിയിലാണ് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഇത് അദാനിയുടെ ഉടമസ്ഥതയിലാണ് ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഖാവ്ഡ മരുഭൂമിയിലാണ്. സോളാറുമായി ബന്ധപ്പെട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമമാണ് ധർണൈ. ധർണൈ എവിടെയാണ്? ധർണൈ ബീഹാറിലാണ്. ബീഹാറിലെ ധർണൈയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമമാണ് ധർണൈ, ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ട് ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ്? ബീഹാറിലെ ധർണൈ. പൂർണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ ഓഫീസാണ് ഇരിങ്ങാലക്കുട. അപ്പോൾ പൂർണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ ഓഫീസ് ഏതാണ്? ഇരിങ്ങാലക്കുട. പൂർണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലാ പഞ്ചായത്ത് ഓഫീസാണ് മലപ്പുറം. പൂർണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് ഏതാണ്? മലപ്പുറം. അപ്പോൾ ഗുജറാത്ത് ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഖാവ്ഡ മരുഭൂമിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമമാണ് ധർണൈ, ബീഹാറിലെ ധർണൈ. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ അണക്കെട്ടാണ്. പൂർണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ ഓഫീസാണ് ഇരിങ്ങാലക്കുട. പൂർണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസാണ് മലപ്പുറം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് ഏതാണ്? കുഫ്രി ഉദയ. ഏതാണ് സങ്കര ഇനം ഉരുളക്കിഴങ്ങ്? കുഫ്രി ഉദയം. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങിന്റെ പേരെന്താണ്? കുഫ്രി ഉദയം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? ആൻസർ മലയൻകീഴ് പഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഏതാണ്? അപ്പോൾ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ശക്തി. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സർവശക്തി? ഓപ്പറേഷൻ സർവശക്തി എന്താണ്? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ നൽകുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് DC കണക്ട്. അപ്പോൾ എന്താണ് DC കണക്ട്?
പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് DC കണക്ട്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്താണ്? DC കണക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏതാണ്? പ്രസാദം. ഉജ്ജയിനിയിലെ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ പ്രസാദം. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവാണ് പ്രസാദം, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയിലാണ്. അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്ക. അപ്പോൾ 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ മുദ്രാവാക്യമാണ് സമത്വമായ ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക. അപ്പോൾ എന്താണ് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ മുദ്രാവാക്യം? സമത്വമായ ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതാണ് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ മുദ്രാവാക്യം. റഷ്യൻ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിനാണ് റഷ്യയുടെ പ്രസിഡന്റ്. അപ്പോൾ ബ്രിക്സിൽ അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിൽ അംഗരാജ്യങ്ങൾ. അപ്പോൾ ബ്രിക്സിൽ അംഗത്വമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങളാണ് ബ്രിക്സിൽ അംഗമായിട്ടുള്ളത്. 2009 ജൂൺ 16 ബ്രിക്സിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. അപ്പോൾ ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2009 ജൂൺ 16 ബ്രിക്സിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. 2009 ജൂൺ 16 ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പോൾ ബ്രിക്സിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 2009 ജൂൺ 16 2023 ബ്രിക്സ് ഉച്ചകോടി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? റഷ്യയിലാണ്. ബ്രിക്സ് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമത്വമായ ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ മുദ്രാവാക്യം. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ KP കുമാരനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കിയാണ് KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകൾ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഗ്രാമവൃക്ഷത്തിന്റെ കുയിലിന്റെ സംവിധായകൻ ആരാണ്? KP കുമാരനാണ്. KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാം വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150. കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ കൊൽക്കത്ത ആസ്ഥാനമാക്കി കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നു മുതലാണ്?
1875 ജനുവരി 15 മുതലാണ് കൊൽക്കത്ത ആസ്ഥാനമായിട്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150-ാം വാർഷികമാണ്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? PK വീരമണിദാസനാണ്. PK വീരമണിദാസനാണ് 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നു മുതലാണ്? 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? PK വീരമണിദാസൻ. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ്? ശ്വേത K സുഗതനാണ്. മലയാളിയായ ശ്വേത K സുഗതനാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ്? ശ്വേത K സുഗതൻ. മലയാളിയായ ശ്വേത K സുഗതനാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. അപ്പോൾ എന്താണ് കെ സ്മാർട്ട്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത്? കെ സ്മാർട്ട്. അപ്പോൾ കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? ആൻസർ കുഫോസ് ആണ്. കുഫോസ്. അപ്പോൾ 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? അപ്പോൾ 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ 5ാമത്തെ കിരീടമാണ് മാഗ്നസ് കാൾസണ് ലഭിച്ചത്. അപ്പോൾ 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാഗ്നസ് കാൾസൺ. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് അനസ്താസിയ ബോട്ട്നരുക്ക്. ആരാണ്? അനസ്താസിയ ബോട്ട്നരുക്കാണ്. റഷ്യയുടെ അനസ്താസിയ ബോട്ട്നരുക്കാണ് 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത്. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? അനസ്താസിയ ബോട്ട്നരുക്ക്. അനസ്താസിയ ബോട്ട്നരുക്കാണ് റഷ്യയുടെ. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ. അപ്പോൾ 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് അനസ്താസിയ ബോട്ട്നരുക്കാണ് റഷ്യയുടേത്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ ആണ്. 5ാമത്തെ കിരീടമാണ്.
2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ് ആണ്. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌ. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? മെഡിടെക് മിത്ര. എന്താണ്? മെഡ്ടെക് മിത്ര. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിന്റെ പേരെന്താണ്? മെഡ്ടെക് മിത്ര എന്നാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏതു ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ആലപ്പുഴയിലാണ്. അപ്പോൾ 2024 ജനുവരിയിൽ കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ആലപ്പുഴ. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം ആരാണ്? SL നാരായണൻ 42ാം സ്ഥാനമാണ്. 43ാം സ്ഥാനമാണ് നിഹാൽ സരിൻ. അപ്പോൾ 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യത്തെ മലയാളി താരമാണ് SL നാരായണൻ. 42ാം സ്ഥാനമാണ്. 43ാം സ്ഥാനം ആർക്കാണ്? നിഹാൽ സരിനാണ് 43ാം സ്ഥാനം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശ്രീകലയാണ്. ശ്രീകല. ബോർഡിൽ നിന്നും ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ശ്രീകല. അപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശ്രീകലയാണ്. ഇതിത്രയും നമുക്ക് ആദ്യം മുതൽ ഒന്ന് നോക്കാം. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ കാവ്ഡ മരുഭൂമിയിലാണ്. സോളാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച 2-3 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏതാണ്? ധർണെ, ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ. പൂർണ്ണമായും സൗരോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരസഭ ഓഫീസ് ഏതാണ്? ഇരിങ്ങാലക്കുട. പൂർണ്ണമായും സൗരോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് ഏതാണ്? മലപ്പുറം. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങിന്റെ പേര് എന്താണ്? കുഫ്രി ഉദയം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേര് എന്താണ്? DC കണക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം, മധ്യപ്രദേശിലെ ഉജ്ജയിനി. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. 2023 എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലാണ്. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2009 ജൂൺ 16. കുമാരനാശാന്റെ 100ാം ജന്മവാർഷിക ദിനത്തിൽ തിയേറ്ററുകൾ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇത് സംവിധാനം ചെയ്തതാരാണ്? KP കുമാരനാണ് സംവിധാനം ചെയ്തത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150. കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15-നാണ് കൊൽക്കത്ത ആസ്ഥാനമാക്കി പ്രവർത്തിച്ചത്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? PK വീരമണിദാസാണ്. 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യത്തെ വനിത IPS ഉദ്യോഗസ്ഥ ആരാണ്? ശ്വേത K സുഗതനാണ്. മലയാളിയാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ.
കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? അനസ്താസിയ ബോട്ട്നരുക്ക്. റഷ്യയുടെ അനസ്താസിയ ബോട്ട്നരുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൌ, ഉത്തർപ്രദേശ്. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിന്റെ പേരെന്താണ്? മെഡ്ടെക് മിത്ര. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്